2024 പത്മരാജൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്മരാജന്റെ 80ാം ജന്മദിനത്തിൽ പത്മരാജൻ ട്രസ്റ്റും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്നാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സ്വന്തമാക്കി. മികച്ച ചലച്ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിൽ മുഹമ്മദിന് ലഭിച്ചു. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച നോവലായി എസ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴുവും, മികച്ച ചെറുകഥയായി PS റഫീഖിന്റെ ഇടമലയിലെ യാക്കൂബും തെരഞ്ഞെടുക്കപ്പെട്ടു. ചലച്ചിത്ര പുരസ്കാരം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ, ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ് ഈ വർഷത്തെ പത്മരാജൻ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. ഇത് 2 വിഭാഗത്തിനും കൂടി 40,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. യുവസാഹിത്യ പ്രതിഭയുടെ ആദ്യ കൃതിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്ന ടെയിൽസ് ഓഫ് ഇന്ത്യ പുരസ്കാരത്തിന് വൈറസ് എന്ന നോവലിലൂടെ ഐശ്വര്യ കമൽ അർഹയായി. ബോയിംഗ് വിമാനത്തിന്റെ മാതൃകയിൽ പളുങ്കിൽ തീർത്ത പുരസ്കാര ശില്പവും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും പുരസ്കാര ജേതാവ് തിരഞ്ഞെടുക്കുന്ന ഏത് സ്ഥലത്തേക്കും തിരിച്ചുമുള്ള സൗജന്യ വിമാന ടിക്കറ്റുമാണ് അവാർഡ്. മെയ് 30 വൈകിട്ട് 5:30 ടാഗോർ തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ അവാർഡുകൾ സമ്മാനിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ പത്മരാജൻ ചിത്രങ്ങളിൽ സഹകരിച്ച സാങ്കേതിക വിദഗ്ധരെ ആദരിക്കും. കൂടാതെ പത്മരാജൻ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ വയലിൻ സോളോയും ഫെമിനിച്ചി ഫാത്തിമയുടെ പ്രദർശനവും നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.